വ്യായാമത്തെക്കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. 40 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾ ഭൂരിഭാഗവും അനുഭവിക്കുന്ന ഈ മെനോപോസ് ടൈമാണ് നമുക്ക് ഇന്നിവിടെ ചർച്ച വിഷയം. അതായത് ഈ സമയത്ത് മെനോപോസ് ടൈം സാധാരണ സ്ത്രീകളിൽ, സാധാരണ എന്നല്ല ഭൂരിഭാഗം സ്ത്രീകൾക്കും നേരിടുന്ന മാനസിക ബലം വളരെ കുറഞ്ഞു വരുന്നു. മെൻ്റൽ സ്ട്രെങ്ത് അഥവാ ഫിസിക്കൽ സ്ട്രെങ്ത് അവർക്ക് കുറഞ്ഞു വരുന്നു. അതുപോലെ അവർ അന്തർമുഖരായിത്തീരുന്നു. അതുപോലെ ഡിസിഷൻ എടുക്കാനുള്ള ഡിസിഷൻ മേക്കിംഗ് കുറഞ്ഞു വരുന്നു. ഡിപ്രഷൻ വരുന്നു, മൂഡ് സ്വിംഗ്, അതുപോലെ തന്നെ പല പല രോഗങ്ങൾ പിടിപെടുന്നു. അതെല്ലാം നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് കുറയുമ്പോഴും മെൻ്റൽ സ്ട്രെങ്ത് കുറയുമ്പോഴും വരുന്ന അവസ്ഥയാണ്. ഇതിനെ നമുക്ക് എങ്ങനെ നേരിടാം? മനസ്സിന് ആനന്ദം നൽകുന്ന പല പല വ്യായാമങ്ങളിൽ ഏർപ്പെടുക. സംഗീതം കേൾക്കാം, നൃത്തം ചെയ്യാം. നൃത്തം എന്നത് നല്ലൊരു വ്യായാമം മാത്രമല്ല, മനസ്സിന് ആനന്ദം നൽകുന്ന, ജീവിതത്തിൽ വളരെയധികം ആനന്ദം നൽകുന്ന ഒരു വ്യായാമ മുറയാണ്. അതുകൊണ്ട് തന്നെ നിത്യവും നൃത്തം ചെയ്യുന്നവർക്ക് എന്നും ജീവിതം സന്തോഷപൂരിതമായിരിക്കും. അതുകൊണ്ട് നൃത്തം ചെയ്യുക. അതുപോലെ കുട്ടിക്കാലത്ത് നമുക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അങ്ങനെയുള്ള കളികളിൽ ഏർപ്പെടുക, നല്ല നല്ല വിനോദങ്ങളിൽ ഏർപ്പെടുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അവസ്ഥയെ, അതായത് മെനോപോസ് എന്ന ഈ ദുരന്തത്തെ, ശരിക്കൊരു ദുരന്ത അവസ്ഥയാണ് അല്ലേ, ഭയങ്കര ചൂട് എടുക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ മനസ്സിനെ ഏറ്റവും അധികം ജീവിതത്തെ വെറുക്കുന്ന ഒരു ടൈം കൂടിയാണ്. ഈ സമയത്തെ എല്ലാം അതിജീവിക്കാൻ നമുക്ക് ഒരേ ഒരു മാർഗമുള്ളൂ. അതായത് നല്ല നല്ല ആനന്ദപ്രദമായ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ഫിസിക്കലി സ്ട്രെങ്തൻ ആവും, മെൻ്റലി സ്ട്രെങ്തൻ ആവും. അതിലുപരി നൃത്തം ചെയ്യുമ്പോൾ സ്പിരിച്വൽ സ്ട്രെങ്ത് കൂടി നമുക്ക് ലഭിക്കും. അതുകൊണ്ട് എല്ലാവരും നൃത്തത്തെ ഒരു വ്യായാമം കൂടിയായി സന്തോഷപ്രദമാക്കി തീർക്കുക. നിങ്ങളുടെ ജീവിതം മുഴുവൻ ആനന്ദപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഹേമ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഓക്കെ, ബൈ.